ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. എൻ്റെ കണ്ണ് കണ്ടില്ലേ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിരണോ? കണ്ണിത് ഇങ്ങനെ കേട്ടോ അവസ്ഥ. ഇതാണ് അവസ്ഥ. ഒരു കണ്ണ് അടഞ്ഞ അവസ്ഥയായി പോയി. കണ്ടില്ലേ, ഇത് ഫുള്ള് തേനീച്ച കേട്ടോ. തേനീച്ച പറന്നിറക്കണം. ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാണ് പണ്ടാരം. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെയാണ് ഈ ഒരു പുള്ളിയുടെ അവിടെ നിന്ന് സ്റ്റേ ചെയ്താൽ പുള്ളി അവിടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ സൈക്കിളൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഇവിടെ എനിക്ക് കിടക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നിട്ടാ. അടിപൊളി മനുഷ്യനാണ്. ഇന്നലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുള്ളീനെ പരിചയപ്പെടുത്തരാട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഭയങ്കര തണുപ്പാണ് രാവിലെയൊക്കെ. എന്തായാലും ഇനി പോകണമെങ്കിൽ കണ്ണട വെച്ചിട്ട് പോകണം. അല്ലെങ്കിൽ എനിക്ക് കണ്ണിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ ഇങ്ങനെ കാട്ട്. ഒരാവശ്യം ഉണ്ടാവുന്നില്ല സത്യം പറഞ്ഞ. ഹായ് ഭയ്യ. आप चाय रेडी किया था? अब चाय बना रहे हैं. अच्छा ഓക്കെ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സോൻമാർഗ് എത്തണം. എന്നിട്ട് അവിടെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് സോജില്ല ചെല്ലാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. കണ്ണിൻ്റെ അവസ്ഥ ഞാൻ ഗുരുതരമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പയ്യെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാട്ടാ. ചായ കുടിച്ച് സെറ്റായിട്ടാ. അപ്പോൾ ഇനി കയറ്റുകൊണ്ട് കുറച്ച്. പക്ഷെ എൻ്റെ പൊന്നോ ഇന്നലത്തെ വല്ലാത്തൊരു അനുഭവം പോയിട്ടാ. ഫുള്ള് തേനീ ചേർന്ന് ഒരു തേനീച്ച വന്ന് നേരെ വന്ന് ഒറ്റ കുത്താണ്. കണ്ടില്ലേ, കണ്ണട വെച്ചുകൊണ്ട് അധികം അറിയണമെന്ന് തോന്നട്ടാ. അല്ലെങ്കിൽ കണ്ണിങ്ങനെ വരണ ചെറുതായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കണ്ണട വെച്ചേക്കണത് കാരണം. അപ്പോൾ ഇവിടെ വന്നോയ്ക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. മേലിൽ നിന്ന് ചെറിയൊരു വാട്ടർഫാൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിലൊരു നദിയാണ് പോണത്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഇറങ്ങി മോവൊക്കെ ചെയ്യട്ടാ. ശരിയാണല്ലേ. അപ്പോൾ എന്തായാലേ നമുക്ക് നേരെ സോൻമാർഗ് പോകട്ടോ. അത്യാവശ്യം വെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിലും തണുപ്പുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് റൂട്ട്. പിന്നെ ഇവിടെ എന്തോ പണി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നട്ടോ. കാരണം റോഡ് പണിയെ കുറേ സ്ഥലത്ത് റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ഈ റോഡെല്ലാം അടിപൊളി റോഡാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാകുന്നുണ്ട് ഞാൻ മഞ്ഞൊഴിക്ക്. നമ്മളെ നേരത്തെ അവിടെ വെച്ച് കണ്ട ഒരു ഇതാണ്ടോ നദിയാട്ടോ ഈ ഒഴുകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ അവിടെ ഒരു പാർക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് കുറച്ച് ദിവസമായിട്ട് കുളിച്ചിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും കുളിക്കാനുള്ള സെറ്റപ്പ് നോക്കിയിട്ട് കുളിക്കാമെന്ന് വെച്ച്. കാരണം ഇനി അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് കുളിക്കാം. കാരണം ഇപ്പോൾ നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കൈയിട്ട് നോക്കി, നല്ല തണുപ്പുണ്ട്. അപ്പോൾ പോകണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഉച്ചയാകുമ്പോൾ ഒന്ന് കുളിക്കാമെന്ന് വെച്ചു. കാരണം ഉച്ചയ്ക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ തണുപ്പ് കുറയും തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടൈം കൊള്ളിച്ച് കുളിക്കാമെന്ന് വെച്ചിങ്ങനെ. കണ്ടില്ലേ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഒഴുകി പോണതാണ്. പിന്നെ അത് കുറച്ച് കുതിരയൊക്കെ വന്നിട്ട് കേട്ടോ. ഒറ്റപ്പെട്ട് വന്ന കുതിരകൾ നോക്കിയേ. എൻ്റെ ആള് പുറകിലാണ് വന്ന. കാരണം കുതിരയൊക്കെ ഭയങ്കര അനുസരണയുള്ള സാധനമൊന്നുകൊണ്ടാ, അനുസരണമുള്ള ജീവിയാണെന്ന് തോന്നണ്ട. ഇപ്പം ഇയാൾ ഏറ്റവും അറ്റത്തുനിന്നാണ് വന്ന. കുതിരകളൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് വരിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് 6 കുതിരകളാണ് കേട്ടോ. നമ്മൾ സോൻമാർഗ് പോണ വഴിക്ക് കുറച്ച് മലയാളീസിനെ കണ്ടത് ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. ഹായ്. എങ്ങനെയാ ഇവിടുന്ന സ്ഥലം എവിടുന്ന? ഞാൻ തൃശ്ശൂർ. പേരെങ്ങനെ? ദിനേശ്. ഞാൻ മുഹമ്മദ് ബഷീർ. വയനാട്. പേര്? വയനാട് തന്നെ. ഡ്രൈവർ. ഓക്കെ. എന്തായാലും കണ്ടതിന് സന്തോഷം. കാരണം നമ്മളൊരു മലയാളിനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെ. ഓക്കെ. അപ്പം ഇനി നേരെ കാർഗിലല്ലേ? മണാലി, നാട്ടിലേക്ക്. ഓക്കെ. എന്തായാലും യാത്രയൊക്കെ അടിപൊളിയാണ്. ഓക്കെ. താങ്ക് യു. ഓക്കെ. നമ്മളെ കാരണം ഇപ്പോൾ ഈ വന്നഴിക്ക് നമ്മൾ ജസ്റ്റ് തള്ളിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇവർ കണ്ട് നിർത്തി സംസാരിക്കുകയും ചെയ്തിട്ടാണ്. ഞാൻ ഓർത്തില്ല. കാരണം JK രജിസ്ട്രേഷനാണ്, ടാക്സി വണ്ടിയാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നമ്മുടെ ബോർഡ് കണ്ടുകൊണ്ട് ഇവർ നിർത്തിയാണ്ടാ. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ല, അത് വേറെ തന്നെയാണ്ടാ. അപ്പോൾ ഇവർ കുറച്ച് ദിവസം ഉണ്ടാവും അവിടെ കാർഗിലില്ലേ അങ്ങനെ പോണേന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ. കാരണം വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ. അയാം അഷ്കർ. ആഷു. ഇനി ഇവിടുന്ന് സോൻമാർഗ് 4 കിലോമീറ്റർ കേട്ടോ. ദ്രാസ് 66 കിലോമീറ്റർ. കാർഗിൽ 173 കിലോമീറ്റർ കേട്ടോ. ഇപ്പോൾ ഒരു ഇറക്കം വന്നിട്ടുണ്ട്. ആ ഇറക്കം അങ്ങനെ ഇറങ്ങാം. ഭയങ്കര കയറ്റം ഉണ്ടാവും സത്യം പറയാൻ. ഭയങ്കര കയറ്റം. അവിടെ അടിയിൽ എന്തോ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടോ. ഒരു ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അടിയിൽ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് എന്തോ ഉണ്ട് കേട്ടോ. ഇവിടെ ആർമിയുടെ എന്തോ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതായത് ഹിൽ ക്ലൈമ്പിങ്ങില്ലേ അതിൻ്റെ ട്രെയിനിങ് എന്തോന്ന് തോന്നുന്നു. കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് സെറ്റാണ്ടാ.
കാരണം അവിടെ അവർ നിർത്താൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഉണ്ടല്ല. പുറകിൽ ആൾക്കാർ കയറണുണ്ടില്ലേ, അതൊക്കെ ആർമിയുടെ ട്രെയിനിങ് എന്തോണ്. അപ്പോൾ ഞാനവിടെ നിർത്തി വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവർ എല്ലാം നിർത്തരുത് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇത് ടയേർഡാണ് കേട്ടോ ഇന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റമൊന്നും കയറാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ ചവിട്ടി കയറിയതാണ്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല. എൻ്റെ കുഴപ്പമാണോ സൈക്കിളിൻ്റെ കുഴപ്പമാണെന്നൊരു ഐഡിയ ഇല്ല. നമ്മൾ സോൻമർഗ് എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉള്ളൂ. പക്ഷേ എത്താനുള്ള അങ്ങാടേക്ക് എന്താണെന്ന് അറിയില്ല. വണ്ടിയൊക്കെ പോകണത് കൊതിയാണ് ഫീൽഡിൽ പോകണായിട്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ ആർമിയുടെ എന്തോ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നുണ്ടോ. കുറേ പേര് ഇതേ മേളിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയുണ്ട്, ഈ സൈഡിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മേലിലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. ഇതവിടെ കണ്ടില്ലേ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി സോൻമർഗ് എത്തണം. ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരെ സോൻമർഗ് പോവാം. എന്നിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സോജില്ല പോയിട്ട്, സോജില്ല കയറണം എങ്ങനെ അറിയില്ല. ഇന്ന് സോജില്ല ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും മാക്സിമം നോക്കാം. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ, പോലീസിൻ്റെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇനി ഇതാ കാണുന്നതാണ് നേരെ വെൽക്കം ടു സോൻമർഗ്. ഇവിടെ നിന്ന് ഏകദേശം ഇനി 3 കിലോമീറ്റർ എന്തോളൂ തോന്നുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച്, ചെറിയ നല്ല രീതിയിൽ വിശക്കണ്ടേ. രാവിലെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ആ ഒരു റോഡാണ്, ആ വണ്ടി പോകുന്ന റോഡില്ലേ, ആ റോഡാണ് കയറി പോകാനുള്ളത്. പിന്നെ ഇവിടെ നിന്ന് വേറെ ഏതോ ഒരു പുതിയ റോഡ് തന്നെയാണ് കേട്ടോ. അത് എങ്ങാടാണെന്ന് എനിക്കറിയില്ല. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ വന്നിട്ടാ. പിന്നെ അതേ പക്കോട ഉണ്ടായിരുന്നു ഇവിടെ, അതിന് 50 രൂപയാണ് ഒരു പ്ലേറ്റിന്. അപ്പോൾ അത് കാരണം ഞാൻ ഒരു മിക്സറോടെ സാധനം ഓർഡർ ചെയ്തിട്ട് ഇനി 20 രൂപ, 10 രൂപ നമ്മുടെ അടിയിൽ കിട്ടുന്ന സാധനമാണ് 20 രൂപ. എന്തായാലും വേറെ വഴിയില്ല. നമുക്ക് എന്തായാലും ഇതേ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടെ. ഞാൻ കണ്ണട വെച്ച് വീഡിയോ എടുക്കാൻ വേറെ ഒന്നുമില്ല, എനിക്കറിയാമല്ല കണ്ണിൻ്റെ പ്രശ്നം. അപ്പോൾ അത് അധികം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ആൾക്കാരെല്ലാവരും കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നത് എന്താണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. പിന്നെ നേരെ സോൻമർഗ് എന്നിട്ട് ബാക്കി ആഴ്ചകളൊക്കെ കാണാട്ടോ. അങ്ങനെ നമ്മൾ സോൻമർഗിലേക്ക് കയറണേട്ടാ. വെൽക്കം ടു സോൻമർഗ്. വെൽക്കം ടു സോനാമർഗ്. ഇതാണ് ആ ഒരു ബ്രിഡ്ജ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് തന്നെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടോ. സൈക്കിള് മറിയാൻ പോയി, കാരണം വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു സൈഡ് മാത്രം ചരിഞ്ഞിരിക്കുക. ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് റെഡിയാണുള്ള. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്നാണ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, കാരണം അതൊരു വല്ലാത്തൊരു മെമ്മറി തന്നെ കേട്ടോ. ഞാനപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നൊരു സ്ഥലത്ത് വീണ്ടും ഞാൻ വരുന്നു, അതും എൻ്റെ ഈ സൈക്കിളിൽ തന്നെ. അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ. പിന്നെ അതേ വെള്ളമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. നല്ല കിടിലം വെള്ളമുണ്ട്, തെളിഞ്ഞിരിക്കുന്ന വെള്ളമുണ്ടാ. അതായത് മലയിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമുണ്ടാ. പിന്നെ അവിടെ വേറെ റൂട്ടുണ്ട് എനിക്ക് തോന്നണേ. അവിടെ ഒരു ടണൽ എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ടണലാണെന്ന് അറിയില്ല. ആ വഴി വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകണ്ട കേട്ടോ. പിന്നെ അവിടെ പണി എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി കാര്യങ്ങളൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പുതിയൊരു ടണൽ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തല്ലോ, ഞാൻ പറഞ്ഞില്ല പുതിയൊരു റോഡ് വന്നിട്ടുണ്ടെന്ന്. ആ ഒരു റോഡാണ് ഈ വരുന്ന ടണൽ. അതായത് അവിടെ നിന്ന് കണക്ട് ചെയ്ത് വന്നതാണ് ഈ ടണൽ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും വലിയൊരു ടണലാണെന്ന് തോന്നിട്ടാ. ഇതിൻ്റെ പണി നടന്നിട്ടിങ്ങനെ കുറച്ചുകൂടെ പണിയുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ടൈമിലും ഈ ഒരു ടണലിൻ്റെ പണി നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് ഇത്രയൊന്നും ആയിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ പണിയുണ്ട്. കാരണം ഇവിടെ റോഡ് ഇങ്ങനെ ഒരു കയറാണ്ടിരിക്കാണ്ട് അടച്ചിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ കയറി. ആ ഒരു കുതിരക്കാരനുണ്ട്, അയാൾ ഈ വഴി കയറിയപ്പോൾ അയാൾ സമ്മതിച്ചില്ല. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നത് കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ റെഡിയാവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഈ ടണലിൽ കൂടെ നമുക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളപ്പോൾ അതേ ഈ ഒരു വഴിയാണ് കേട്ടോ പോണ സോൻമർഗിലേക്ക്. അങ്ങനെ നമ്മൾ സോൻമർഗ് എത്തി കേട്ടോ. ഇത് സോൻമർഗ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സൈക്കിൾ വെച്ചിട്ട് പയ്യെ കയറാം കേട്ടോ. കണ്ടില്ല ഇഷ്ടംമാതിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ കുതിര സഫാരി നടത്താനുണ്ട്. അവിടെ എന്തോ ഇതൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കുറേ പേരൊക്കെ ഞാൻ കണ്ടാന്ന് കേട്ടോ എൻ്റെ വഴി. എന്തോരം കുതിരകളാണല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയൊരു വരുമാനം കേട്ടോ കുതിര സഫാരിയിൽ കൂടെ. കാരണം സീസൺ കൂടെ ആയിക്കഴിഞ്ഞാൽ റേറ്റ് പിന്നെയും കൂടും. ഇപ്പോൾ റേറ്റ് എത്രയെന്ന് എനിക്കറിയില്ല. സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവംബർ ഡിസംബർ ആ ടൈമൊക്കെ വന്നെങ്കിൽ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാ സാധനങ്ങൾക്കും പിന്നെ ഈ കുതിര സഫാരിക്കെല്ലാം റേറ്റ് കൂടും കേട്ടോ.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, അവിടെയാണ് ടെൻ്റ് അടിച്ചത് കേട്ടോ. റൂട്ടിൽ നമുക്ക് സൈക്കിൾ എവിടെയെങ്കിലും വെക്കണം, എന്നിട്ട് പയ്യെ ഇറങ്ങാലാന്ന് ചോദിച്ചു. അപ്പോൾ ആ സൈക്കിൾ എവിടെയെങ്കിലും സേഫാക്കി വെക്കാൻ പറ്റുമോ നോക്കുക കേട്ടോ. ഇവിടെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്നാക്സ് അങ്ങനെ. നമ്മൾ ഓൾറെഡി വന്നവയ്ക്ക് ചായയും കാര്യങ്ങളും കുടിച്ചതാണ്. അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് കുടിക്കാൻ ചാൻസ് വരും, അല്ലെങ്കിൽ കറങ്ങി കഴിഞ്ഞ് വന്ന വഴിക്ക് എവിടെയും കയറി കഴിക്കാം കേട്ടോ. നമ്മൾ അങ്ങനെ സോൻമാർഗ് എത്തി. അപ്പോൾ എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ. ഈ കണ്ണട വെച്ചേക്കണ വേറെ ഒന്നുമല്ല, കണ്ണ് അറിയാമല്ല, എല്ലാവരും വന്ന് ചോദിക്കും. അപ്പോൾ ഞാനത് ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയും കൂടെ വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ സൈക്കിൾ വിളിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ജാക്കറ്റ് വെറുതെ എടുത്തിട്ടുണ്ട്, വെറുതെ സൈക്കിളിൻ്റെ പുറത്ത് വെച്ചാണ്. ഇനി ആരെങ്കിലും എടുത്തിട്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ സൈക്കിൾ നമ്മൾ അന്ന് പണ്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെ ഇട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്ക് പോകണമെങ്കിൽ ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മറ്റേ ഉസ്താദന്മാരുടെ ടീമാണെന്ന് തോന്നുന്നു കുറച്ച് പേര്. അപ്പോൾ ഇവിടെ എവിടുന്നാ വന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങാടൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ, അറ്റത്തേക്ക്. നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തണുപ്പ് ചെറിയ രീതിയിലുണ്ട്. ഞാൻ ജസ്റ്റ് ജാക്കറ്റ് എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കണേ. അപ്പോൾ എന്തിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാലേ ഇടുകയും ചെയ്യാമല്ലോ. അവിടെ മേലിലെന്തോ വ്യൂവും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ. കുറേ ആൾക്കാർ ഇപ്പോൾ കയറി പോകണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അങ്ങാടി കയറാം കേട്ടോ. അങ്ങാടി കയറിക്കൊണ്ടിരിക്കണേ, നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങാടേക്ക് കയറി വരാനാണെങ്കിലുണ്ടല്ലോ അടിയിൽ നിന്ന് വണ്ടിയുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ഒരു ബഗ്ഗി പോലത്തെ വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് ഇങ്ങനെ കയറി റോഡുണ്ട്. ആ റോഡ് വഴി ഇങ്ങനെ മേലിലേക്ക് വരാം കേട്ടോ. ഞാൻ വന്ന വഴിക്ക് കണ്ടായിരുന്നു, പക്ഷേ അവരറ്റത്തായിരുന്നു കേട്ടോ. അത് കാരണം വന്ന വഴിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം വണ്ടി ഏതാന്നേ. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സീസൺ ടൈമിൽ വരിക. കാരണം ഇവിടെ പിന്നെ അത്യാവശ്യം കുതിര സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യട്ടോ. കാരണം ഇവർ ഒരു പാക്കേജ് കൊടുക്കുന്നുണ്ട്, ഇത്ര സ്ഥലങ്ങൾക്ക് ഇത്ര രൂപ വെച്ച്. അപ്പോൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും വന്നവരാണെങ്കിൽ മാക്സിമം ബാർഗെയിൻ ചെയ്ത് നോക്കുക, കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ആ കയറിയ ഇത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ അത് ഇവർ വന്നേക്കണത് കൊൽക്കത്തയിൽ നിന്നാണ് കേട്ടോ. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് വന്ന് അങ്ങാടെ കയറട്ടെ. അവിടെ എനിക്ക് തോന്നുന്നു വീട് കാര്യങ്ങളൊക്കെ തോന്നട്ടാ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, തണുപ്പ് എന്ന് പറയാൻ വേണ്ടി തണുപ്പ് കുറവാണ്, ചൂടുണ്ട് അത്യാവശ്യം. കണ്ണേ ചെറിയ രീതിയിലൊരു വേന പോലെയുണ്ട്. ഇത് പണ്ടാരെന്ന് അറിയില്ല, പോകണമെങ്കിൽ വല്ല ആശുപത്രി ഉണ്ടെന്ന് കയറി ഒന്ന് കാണിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു വീട് പോലെയുണ്ട്. വീടാണോ എന്തോ ഇതാണ് അറിയില്ല കറക്റ്റ്. അപ്പോൾ ഞാൻ ഇവരിപ്പോൾ കുറച്ച് മുമ്പ് പരിചയപ്പെട്ട. അപ്പോൾ ഇവർ കൊൽക്കത്തയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇവരെന്തോ വലിയ വണ്ടി വിളിച്ചിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാഞ്ചുറി വൈൽഡ് ലൈഫിൻ്റെ എന്തോ ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വന്ന വഴിക്ക് എന്നോട് ഇവിടെ കുറച്ച് CRPF പറഞ്ഞേ, നിങ്ങൾ പോകണ വഴിക്ക് ടെൻ്റൊക്കെ അടിക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം കരടി ഇറങ്ങുമെന്ന് പറയണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. അറിയില്ല, നമുക്ക് എന്തായാലും നോക്കിയിട്ടൊക്കെ നമുക്ക് അടിക്കാം. നമ്മളെന്തായാലും നോക്കിയിട്ട് അടിക്കുള്ളൂ. അതെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചില്ല, താഴത്തേക്കുള്ള കിടിലൻ വ്യൂ ആട്ടോ. നമ്മുടെ സൈക്കിൾ ഏതാണ്ട് ഇത് അവിടെ എവിടെയായിട്ടാണ് വെച്ചേക്കണേ. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങാട് പോകണം കേട്ടോ. കാരണം ഇവിടെ അധികം കാണാനില്ല. കാരണം ഇവിടെ കണ്ടില്ലേ ഈ ഒരു മൗണ്ടൻ ഫുള്ളായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങാട് പോകാമെന്ന് വെച്ച്. അവിടെ അത്യാവശ്യം കുതിരയും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ കുറച്ച് പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ 2-3 ലേക്ക് ഉണ്ട്. 2-3 കുറച്ച് ലേക്ക് കാര്യങ്ങളുണ്ട്. കിഷൻസാർ ലേക്ക്, കിഷൻസാർ ലേക്ക്, അങ്ങനെ കുറച്ച് ലേക്ക് ഉണ്ട്. അത് ഇവിടെ നമ്മൾ ട്രക്ക് ചെയ്ത് പോകണം. കുതിര ഇവിടെ നിന്ന് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ അത് ഏകദേശം 2-3
അങ്ങാടി ഇങ്ങാടും കൂടി 4 ദിവസമോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, 4-6 ദിവസം. അപ്പോൾ അതൊന്ന് ചെയ്യണമെങ്കിൽ ഇവിടെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെർമിഷൻ വന്നെടുക്കണം പോലീസ് സ്റ്റേഷനിൽ നിന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ എടുക്കണം. എന്നിട്ട് മാത്രമേ അങ്ങാടേക്ക് ട്രക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ വരാൻ ആഗ്രഹിക്കണമെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കട്ടെ. കാരണം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഒന്നാമത്തെ കേസ് നമ്മൾ ഒറ്റക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കുറേ പേരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളങ്ങോട്ട് പോകുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് നേരെ ലേ പോകണം. അപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. കാരണം എൻ്റെ ഇപ്രാവശ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ലേ ലഡാക്ക് എനിക്ക് അത്യാവശ്യം ഫുള്ള് കറങ്ങണം. ഞാൻ ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങൾ എനിക്ക് പോകാനുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ വൈകുന്നോറും മോശമായിട്ട് തന്നെ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ദിവസം വരും, ഇവിടെ ട്രക്ക് ചെയ്യും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ വന്നിരിക്കും. കാരണം എനിക്കൊരു ആഗ്രഹിച്ചൊരു സ്ഥലം കൂടിയാണ് ഈ ലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഇവിടെ വരാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അവരോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങാട് പോകണേ കേട്ടോ. ഇപ്പോൾ ദേ അവിടെ നിന്ന് കുതിര കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ ഒരു ഫെൻസിങ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടിയിൽ ചെന്നിട്ട് വേണം അങ്ങനെ കയറി പോകാൻ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഞാൻ അടിയിലാണ് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ആ വഴി ഇറങ്ങിയിട്ട് വേണം ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് വരാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കറങ്ങി വരാം കേട്ടോ. അപ്പോൾ അടിയിൽ ആർമിക്കാരൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. എന്ത് സംഭവം എന്ന് അറിയില്ലല്ലോ. ഇവരിവിടെ മറ്റേ കുതിരയുടെ സവാരി എന്ന് പറഞ്ഞില്ലേ, അത് താജ്വാസ് ഗ്ലേഷ്യർ പിന്നെ ഹപ്പത്താങ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊടുത്തേക്കണം നമ്മൾ ഇങ്ങോട്ട് പോണ റൂട്ട്, അതായത് സോജില്ല ലേ ലഡാക്ക് പോണ റൂട്ടിലാണ് കേട്ടോ. സോജില്ലയിലാണ് നമ്മൾ 0.1 കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി കുതിരകളുണ്ട് കേട്ടോ. കുറേ പേര് പോകേണ്ട ഏകദേശം റേറ്റ് കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ കേട്ടോ എത്രയാണ്. ഇവിടെ ഇന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസത്തിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ ടൂറിസത്തിൻ്റെ മറ്റേ ഇത് തെജ്വാസ് ഗ്ലേഷ്യർ ആണെങ്കിൽ 1350. പിന്നെ എക്സ്ട്രാ അവേഴ്സ് തന്നെയാണെങ്കിൽ 225 രൂപ വെച്ച് തന്നെ. അങ്ങനെ കുറച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ഗവൺമെൻറ്റിൻ്റെ റേറ്റാണ്, അതിൽ കൂടുതൽ ഇവർക്ക് മേടിക്കാനോ പാടില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറാം കേട്ടോ. കാരണം ഗവൺമെൻറ് ഒരു റേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ റേറ്റിൽ കൂടുതൽ ഇവിടുത്തെ കുതിര ഇത് ചെയ്യണ, അതായത് സഫാരി ചെയ്യിക്കുന്ന ആൾക്കാർക്ക് മേടിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആൾക്കാരെ കയറിപ്പോണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകട്ടോ. അവിടെ ഗോൾഡൻ ഗ്ലോറി എക്കോ പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം. കാരണം ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം സോജില്ല ക്രോസ് ചെയ്യണം എന്തായാലും ഇന്ന്, അങ്ങനെ വിചാരിക്കുന്നത്. കാരണം സോജില്ല കുറച്ച് എടങ്ങേറാണ്. അപ്പോൾ നിങ്ങൾ റൈഡ് ചെയ്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. ഒന്നാമത് നമ്മൾ പോണത് സൈക്കിളിനും കൂടെ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അല്ലേ ജസ്റ്റ് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കണ്ട കേട്ടോ. ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂവിനെ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടംമാതിരി ടാക്സി ട്രാവലർ കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അടിയിൽ. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അപ്പുറത്ത് അടിയിൽ കണ്ടില്ല, അടിയിൽ കുറേ ആളുകൾ മറ്റേ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരെനിക്ക് തോന്നുന്നു മറ്റേ ഗ്ലേഷ്യർ കാണാൻ വേണ്ടി പോണതാണ്. അപ്പോൾ ഏകദേശം 7-8 കിലോമീറ്റർ ഉണ്ട് കറക്റ്റ് ചെല്ലാൻ. ഏകദേശം 1300 സംതിങ് വെച്ചാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ 2000 അങ്ങനെ കൂടിയാ വരുന്നത്. ഇതാണ്ട് നമ്മൾ പോകേണ്ട റൂട്ട്, അതായത് സോജില്ല പോകേണ്ട റൂട്ടാണ് ഈ കാണുന്നത്. സോജില്ല, ദ്രാസ്, കാർഗിൽ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നല്ല, ഇവർ പിന്നെ പറയണ്ടായിരുന്നു നമ്മൾ കേരള ഗ്ലേഷ്യറിൻ്റെ അവിടെ സ്നോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അറിയില്ല കേട്ടോ സ്നോ കിട്ടുമെന്ന്. കാരണം വന്ന വഴിക്കൊന്നും നമ്മൾ സ്നോയിൻ്റെ ഇത് കണ്ടിട്ടില്ല. കാരണം മലയിൽ നോക്കിയിട്ട് സ്നോ ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. സ്നോ ആണെന്ന് അറിയില്ല അത്. അപ്പോൾ എന്തായാലും പുള്ളി കുതിരക്കാരനാണ് എന്നോട് പറഞ്ഞത് സ്നോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞ. ഇവർ ചിലപ്പോൾ ഇവരുടെ ബിസിനസ് വേണ്ടി പറഞ്ഞതായിരിക്കാം. അപ്പോൾ എന്തായാലും മാക്സിമം വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സീസൺ ടൈമിൽ വരാൻ നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് മേളിലേക്ക് കൊണ്ടുവേണ്ട. അപ്പോൾ ഇതേ ഇവിടെ മറ്റേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ ആരെയും കാണാനല്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുപ്പിക്കാൻ കേട്ടാ. പിന്നെ വേറൊരുത്തൻ പുറകിൽ വന്നായിരുന്നു, അവനിക്ക് റീലെടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടെ അവൻ റീലെടുത്ത് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അങ്ങനത്തെ കുറച്ചാണ്. 200-300 രൂപ കാണിക്കൂ തോന്നുന്നു. അത്രയും എന്തോ ഉണ്ട് കേട്ടോ റേറ്റ്. പിന്നെ അതേപോലെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ ഒരാളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോണ ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല, കണ്ടിട്ടൊരു ആർമി മാനാണെന്ന് തോന്നുന്നുണ്ട് രണ്ടും. അപ്പോൾ കണ്ടിട്ട് എനിക്കറിയില്ല എന്താ ഇതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ, കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതാണിപ്പോൾ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഒരു കുതിര ഒറ്റക്ക് പോകണ്ടട്ടാ, ഇതിൻ്റെ പുറത്ത് കയറി പോയാൽ മതിയായിരുന്നു മേളിലേക്ക്. അപ്പോൾ അതേ അടിയിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആൾക്കാർ ഇത് കുതിര പോണ ഒരു റൂട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പോയത് ഇങ്ങനെ കറങ്ങി അവിടെ ഇവിടെയായിട്ടാണ് ഗ്ലേഷ്യർ പോയിൻ്റ് മേളിൽ. അവിടെ ഇവർ പറയണം മഞ്ഞുണ്ടെന്നാണ് പറയണം, അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാട്ടെ. വേറെ ഇന്നൊന്നും സ്ഥലങ്ങൾ കാണാനില്ല, കാരണം നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഹോഴ്സ് റൈഡ് എടുക്കണം. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്ത ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേണ്. അപ്പോൾ എനിക്ക് എന്തായാലും ചോദിച്ചില്ല ഇന്ന് ക്രോസ് ചെയ്യാൻ നോക്കണം എങ്ങനെയാലും. നല്ല പണിയാണ്. അപ്പോൾ പോണതിന് മുമ്പേ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ, കാരണം ചോദിച്ചില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കിട്ടൂല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് വന്നിട്ടാ. സൈക്കിൾ ഇവിടെ ഇപ്പം ഉണ്ട്. കുറച്ച് സാധനങ്ങൾ ഹെൽമെറ്റും കാര്യങ്ങളും ഞാൻ ഇവിടെ കടയിലാണ് ടേപ്പിച്ചേക്കണം. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ അങ്ങനെ സോജില്ല പാസ് കയറി തുടങ്ങിയേട്ടാ. കണ്ടില്ലേ, ഇതാണ് സോജില്ല പാസ് കയറുന്നതിൻ്റെ ഇത്. അങ്ങനെ കയറി അങ്ങനെ നേരെ പോകണം കേട്ടോ. സത്യം അവിടെ എന്തോ ഇത് പൊട്ടിച്ച. അപ്പോൾ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം നല്ല കാറ്റ് വീശുന്നുണ്ട്, കാരണം ഈ മലയിൽ കണ്ടില്ലേ ഡയറക്റ്റ് ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, കാരണം മലയുടെ മേലിൽ നിന്നുള്ള അവിടെയൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ്. അപ്പോൾ ഡയറക്റ്റ് കാറ്റടിക്കാൻ നമ്മുടെ കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജാക്കറ്റ് ഇടാം കേട്ടോ, എന്നിട്ട് റൈഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് മൊത്തം കയറിയായിരുന്നു കേട്ടോ ജില്ലാ പാസ്. പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല, ഭയങ്കര ഇത് ടയേർഡാണ്ട് അറിയില്ല. ഇനി കുറച്ചങ്ങ് പോകണം. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാട്ടോ. ഇവിടെ അടിയിൽ മറ്റേ തുരങ്കത്തിൻ്റെ പണിയെടുത്തുന്ന ആൾക്കാരുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെയാണ് തോന്നണം, അറിയില്ല. മറ്റേ ഇവരൊക്കെ ഉണ്ടല്ലോ റോഡിൻ്റെ പണി നോക്കണം പറ്റില്ലേ, BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, അവരുടെ പോലത്തെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് വിളിച്ചു. എനിക്ക് അവരാണെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇവിടെ ഒരു തുരങ്കം പറഞ്ഞിട്ട് എങ്ങാടേക്ക് കാണുന്നത് എനിക്കറിയില്ല. ഈ അടിയിലേക്ക് റൂട്ട് കാണിക്കണ്ട കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇവിടെ. അടിപൊളിയെന്നല്ല, ഡേഞ്ചറാണ് കുറച്ച്. കണ്ടില്ലേ വണ്ടിയൊക്കെ പോണത് ഒരു കണക്കിനായിരുന്നു. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ഒരു 2 ലോറി, അതായത് ഒരെണ്ണം ഓവർടേക്ക് ചെയ്യാൻ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് വല്ല വണ്ടിയും വന്നു തന്നെ വളവാണ്, വല്ല വണ്ടിയും വന്നു കഴിഞ്ഞാൽ പണിയായി പോകും. ഇവർക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം, അറിയില്ല. പുറയിലൊക്കെ അത് വന്നു നോക്കി കേട്ടോ. ഇല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ. ലോറിയൊക്കെ എടുത്തിട്ട് കയറണം, ലോറി കണക്കിന് കയറണം. നല്ല കയറ്റമുണ്ട് ഇനി അങ്ങോട്ടേക്ക്. എനിക്ക് തോന്നുന്നേ കുറച്ചങ്ങനെ കയറി കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇറക്കമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. നല്ല എനിക്ക് തോന്നുന്നത് ഒരു 10 കിലോമീറ്റർ എന്തോ കയറ്റമുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇറക്കം എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോവാം. ഏകദേശം ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 1:30. അപ്പോഴും നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല കാലാവസ്ഥയാണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ചവിട്ടി കയറ്റും, കുറേയൊക്കെ തള്ളി കയറ്റും കേട്ടോ. ടയേർഡായി നല്ല രീതിയിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. കാരണം ഭയങ്കര രീതിയിൽ നമ്മൾ ടയേർഡായി കഴിഞ്ഞ പ്രാവശ്യം. ഇനി ഏകദേശം കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. ഏകദേശം 13-12 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഇനി കയറ്റം ഓടാങ്ങാട്. പിന്നെ കുറച്ച് ഇറക്കമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആ ഒരു ഇറക്കം കിട്ടിയായിരുന്നു. അപ്പം ഇനി ഇവിടെ നിന്ന് പോയി കുറച്ച് അങ്ങ് പോയിക്കാനായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ആ ഒരു അറ്റത്ത് മേലിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് വേണം നമുക്ക് പിന്നെ ഇറങ്ങാനുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഒടുക്കത്തെ എനർജി ആയിട്ട് പോകണേട്ടാ. പക്ഷേ കുറച്ച് ചത്തിരിക്കാനേട്ടാ, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ അത് ഇവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചത് കേട്ടോ. വണ്ടിയൊന്നും ഇല്ലല്ലോ. ഇതാണ്ട് ഇവിടെ നല്ല കിട്ടില്ല കാഴ്ച. ഇവിടെ ആരാളൊക്കെ ഉണ്ട് അടിയിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ അടിയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കണം കേട്ടോ. ഇതവിടെ കണ്ടില്ലേ കുറേ പേര് മറ്റേ ഈ ആടിനെയൊക്കെ നോക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ. പിന്നെ അതേപോലെ പക്ഷെ അവർ ഇവിടുത്തുകാരല്ല, ജമ്മുന്നും പിന്നെ അതേപോലെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയേറി പാർക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതേപോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോൾ മരത്തിൽ നിന്ന് പറിക്കാനാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അതായത് അത് ഉണക്കി പാക്ക് ചെയ്യൽ, അതായത് ചാക്കിൽ ഫില്ല് ചെയ്തിട്ട് അയക്കണ പരിപാടിയൊക്കെ ഇവരെ ഏൽപ്പിക്കണം. കാരണം ഇതിൻ്റെ ഓണർ ഉണ്ടാവും, അവർ ഇവിടെ പണിക്കാരായിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും കേട്ടോ.
കേട്ടോ. അപ്പോൾ അവിടെ ഇവിടേക്കിട്ടുണ്ട് കുറച്ച് പേര്. പിന്നെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞത് മറ്റേതാണ് കേട്ടോ, ഈ ഗ്രഫിൻ്റെ തോന്നുന്നു മറ്റേതാണ്, ഈ ഏതിൻ്റെ ആണെന്ന് അറിയില്ല, ഈ എന്താണ് ടണലില്ലേ, ടണലിലെ പണിക്കാരാട്ടോ. അതായത് ടണൽ ഇവിടെ കുറേ വന്നിട്ട്, അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ് അടിയിൽ കുറേ ഉള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാമെന്നല്ല, നമുക്ക് നേരെ 0 പോയിൻ്റ് അല്ല. ഓ ഈ വണ്ടിയൊക്കെ കയറണ കയറ്റം നോക്കി. നമ്മളിപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് കയറിക്കൊണ്ടിരിക്കണം. അതായത് നമുക്ക് ഭയങ്കര ഇത് ടയേർഡ്, പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യണം. ടയേർഡാവും നല്ല രീതിയിൽ, അല്ലെങ്കിൽ കാരണം ഭയങ്കര കയറ്റമുണ്ടോ. സോച്ചില്ല പാസ് സീനാണ് കുറച്ച്. അപ്പോൾ അതേ വണ്ടിയൊക്കെ പോകണം നോക്കി, വണ്ടി വരും കേട്ടോ. കാരണം ഇപ്പുറത്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ്ടാ. ഇപ്പുറത്ത് വീട് അതിനകത്ത് തീർന്നു പൊക്കെയാണ്. അപ്പോൾ കുറേ സ്ഥലത്തൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇത് കണ്ടില്ലേ. നമുക്ക് എന്തായാലേ മുന്നോട്ട് പോകട്ടാ. നമ്മൾ വന്ന വഴിക്ക് ഇപ്പോൾ കുറച്ച് മലയാളീസിനാണ്ടാ. എവിടെയാണ്? തൃശ്ശൂരല്ലേ? ഓക്കെ. എങ്ങനെ പേരൊന്ന്? അനിൽ. മെൽവിൻ. കശ്മീരിലെ ടൂർ ഗൈഡാണ്ടാ. ഞാൻ ഡോക്ടർ സാജു, അമല മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. എന്തായാലും കണ്ടതിന് വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടുകാരെ എവിടെ വെച്ച് കണ്ടതിനാലും സന്തോഷം. അപ്പം നിങ്ങൾ ഇന്ന് ശ്രീനഗർ പോയിട്ട് നാളെ തിരിക്കുമല്ലേ? ഓ, അപ്പോൾ ഇവിടെ നിങ്ങൾ ജില്ല പോയിട്ട് 0 പോയിന്റ് പോയിട്ട് അല്ല, വാർ മെമ്മോറിയൽ അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം കണ്ടേരി. ഓക്കെ, താങ്ക് യു. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടുകാരെ നമ്മൾ അതും ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ച് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ലേ, അത് വേറെ വൈബാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ. ഒരു ഫ്ലൈറ്റ് എന്താ പോകുന്നത്, ജെറ്റാണ് ദേ പോണ, ജെറ്റ് പോകുന്നുണ്ട് 2 എണ്ണം, ആർമിയുടെ എന്ന് തോന്നുന്നുണ്ടോ. പിന്നെ അതേപോലെ അവർ നമുക്ക് നുറുക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം നമ്മുടെ കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ അത് കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ അവർ പോയി, അവർ നാളെ തിരിക്കാനാണ് നാട്ടിലേക്ക്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് എന്തായാലും പയ്യെ മുന്നോട്ട് പോകാം. റോഡ് അത്യാവശ്യം മോശം കേട്ടോ. ഇപ്പോൾ വന്ന സ്ഥലത്ത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇനി അങ്ങാടേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത്ര നേരം മഞ്ഞൊഴിക്കേ റോഡ് ഭയങ്കര മോശമായിരുന്നു. വല്ലാത്ത എക്സ്പീരിയൻസാണ്. അടിയിൽ നോക്കിയേ കൊക്കേണ്ടാ. ഇവിടെ നിന്നൊക്കെ മണ്ണിടിഞ്ഞ് വീഴുന്ന സ്ഥലമുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെയാണ് റോഡ് ഇതായത്. റോഡ് പൊട്ടിപ്പൊളിയണതേ, പറയാൻ പറ്റില്ല. ഇപ്പോഴെങ്ങാനും പെയ്ത് തന്നെ നമ്മുടെ അവസ്ഥ സീനാണ്. നമ്മൾ വീണ്ടും കുറച്ച് മലയാളികളെ കണ്ടിട്ട് ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ്, എങ്ങനെയാണ് പേര്? ഫൈസൽ. എവിടെ? മൊറയൂര്. ഓക്കെ, അവിടെ ഒരാളുണ്ടല്ലോ, ആള് മാറിക്കണ്ട. കോഴിക്കോടല്ലേ? ഓക്കെ, കണ്ടതിന് വളരെ സന്തോഷം കേട്ടോ. അപ്പൊ അവര് നമുക്ക് കുറച്ച് ഓക്കെ ഓക്കെ. നിങ്ങൾ അപ്പോൾ ഇവർ നമുക്ക് കുറച്ച് ഒരു ആപ്പിൾ ബിസ്ക്കറ്റൊക്കെ തന്നിട്ടാ. ഓക്കെ, കണ്ടതിൽ. കാരണം നമ്മുടെ മലയാളികളെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അതിപ്പോൾ അതും ഈ ഒരു സോജില്ല പാസിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമില്ലേ, അത് വല്ലാത്ത സന്തോഷം കേട്ടോ. അപ്പോൾ ഒരു യാത്ര പോകണം, അതിന് ഏകദേശം 6 ദിവസം എന്തോ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ആ മലയിൽ മഞ്ഞ് കണ്ടു കേട്ടോ. അടിപൊളിയായിട്ട് കണ്ടു. നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റാണ്. ആ ഒരു മലയിൽ നിന്ന് തന്നെ കാറ്റാണ് കേട്ടോ. ഞാൻ സൂം ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, കാണാൻ പറ്റില്ലെങ്കിൽ. ഇത്രയും സൂം ആവുള്ളൂ. ആ മലയിൽ മഞ്ഞുണ്ട് കേട്ടോ. അതെവിടെ ലൊക്കേഷൻ എന്നറിയില്ല, നമ്മൾ പോണ വഴിയാണോ എന്നും അറിയില്ല. അതായത് നമ്മളിത് കയറണ ഈ റൂട്ടാണ് കേട്ടോ. നമ്മളെ അങ്ങനെ സുജില പാസ് കയറിക്കൊണ്ടിരിക്കണ്ട. ശ്വാസം കിട്ടല്ല, തള്ളിയാണ് ഇപ്പോൾ പരമാവധി കയറണേട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ആ മേളിൽ കണ്ടില്ലേ, ആ റൂട്ടാണ് ഇനി വരണ്ടേ കേട്ടോ. ഭയങ്കര സീനാണ്. കാരണം നമ്മൾ ഇറങ്ങി വന്നതേ ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ കയറിയാണ് ഇവിടെ എത്തിയ. ഭയങ്കര കയറ്റമാണ്. അവിടെ മേലിൽ വണ്ടി വന്നില്ലേ, ആ വഴിയാണ് ഇനി പോകാനുള്ള. കുറച്ചുണ്ട് ഇനി പോകാൻ. ഒരു ഐഡിയ ഇല്ല, മരിച്ച അവസ്ഥയിൽ പോയിട്ടാ. ഇപ്പം മഴ പെയ്യണ്ട കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഞാനപ്പോൾ എനിക്കൊരു പ്ലാനുണ്ട്. ഒന്നിവിടെ സൈക്കിളിൽ സ്റ്റഡി ആയിട്ട് നിന്നില്ല. സൈക്കിള് ഫുള്ള് ടയേർഡായിട്ട് ഇങ്ങനെ കേട്ടോ, മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ BR റോഡ് എന്തോ ഇതുണ്ട് കേട്ടോ, ബിൽഡിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആളുണ്ടാന്ന് തോന്നുന്നത്, ചെരുപ്പൊക്കെ കിടക്കണുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചു നോക്കാം. മഴ പൊടിയുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. കിടക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ടെൻ്റ് അടിക്കാൻ. അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ.
നോക്കട്ടെ, അല്ലെങ്കിൽ മേളിലേക്ക് എന്തായാലും കുറച്ചും കൂടെ ഉള്ളൂ, കയറാൻ പറ്റുമോ എന്ന് നോക്കാം. ഭയങ്കര തണുപ്പുണ്ടാ. എന്തൊരു വലിയ എക്സ്പീരിയൻസ് ആണ്ടാ. നിങ്ങളൊക്കെ ഇതേപോലെ എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയണം കേട്ടോ നമ്മുടെ കമൻറ്റിൽ. നമ്മളിപ്പോൾ ദ്രാസിലാട്ടോ, അതായത് സിറോപ്പ് ദോച്ചിൻ്റെ നമ്മൾ ഒരു വണ്ടിക്കാണ് വന്നത്. അപ്പോൾ ഇവരുടെ വണ്ടിക്കാണ്. ഹായ് ബ്രോ. ഞാൻ ഓക്കെ നമുക്ക് ഞാൻ ഓക്കെ വന്ന വണ്ടിയിലാണ് നമ്മൾ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് താങ്ക് യു നമ്മളെ തോച്ചില്ല 0 എത്തിയ ടൈമിൽ, അതായത് എത്തണേന് ഒരു 3 കിലോമീറ്റർ മുമ്പ് വെച്ച് ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടാ. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അപാര തണുപ്പ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് എനിക്ക് പറ്റുള്ള, കാരണം ഇരുട്ടായി ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ ഇവരുടെ വണ്ടിക്കാണ് ഞാൻ വന്നത്. അവസാനം എനിക്ക് ഒട്ടും പറ്റാനില്ല. ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഞാൻ വീഴാൻ പോണ അവസ്ഥയൊക്കെ പോയി. എനിക്കിപ്പോഴും എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരുന്നു വെച്ചാൽ. അപ്പോൾ ഇവർ തന്നെ എൻ്റെ വണ്ടി സൈക്കിളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇവരുടെ കാറിൽ കയറ്റി വെച്ച് അങ്ങനെ വന്നിട്ടാ. ഞാനിപ്പോൾ ഉള്ളത് ദ്രാസിലാണ്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരിവിടെ കിടക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി തന്നെ ഭക്ഷണമൊക്കെ ഒരു പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചോറ് റൈസും പിന്നെ ഒരു പയറുകറിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ ഭയങ്കര രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം ഞാൻ അവിടെ പെട്ടുപോയി സത്യം പറഞ്ഞാൽ. എനിക്ക് ഒട്ടും പറ്റുള്ള, ഞാൻ എൻ്റെ ബാലൻസൊക്കെ തെറ്റിപ്പോണ അവസ്ഥയിൽ പോയിട്ടാ. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയി അവിടെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാനില്ല. മഴയും പെയ്ത്. അപ്പോൾ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ അപാര തണുപ്പ് പറഞ്ഞ് അവർ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു എന്തെങ്കിലും സഹായം വേണമെന്ന് വെച്ച്. അപ്പോൾ അവർ തന്നെ സൈക്കിൾ കയറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പോയി. അപ്പോൾ രാവിലെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഭയങ്കര ഉപകാരം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എനിക്ക് അറിയില്ല എങ്ങനെ പറഞ്ഞു. കാരണം എനിക്ക് പല ആളുകളെയും കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റേണ്ടതില്ല. കാരണം അമ്മാതിരി ലോസ്റ്റായിപ്പോയി. മലയാളികളെ ഇഷ്ടംമാതിരി പേരെ കണ്ട. അവർ കുറേ സാധനങ്ങൾ, ഭക്ഷണം ഓരോ സാധനങ്ങൾ വന്നു. പക്ഷെ പലരുടെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ആകെ ഫുള്ള് ലോസ്റ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.